ഞാൻ അതല്ല അവരുടെ വികാരം നമ്മൾ ഉൾക്കൊള്ളുന്നു. കുടുംബത്തിൽ നിന്ന് ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാവും. അവർക്ക് ആരോട് പ്രതിഷേധിക്കാൻ പറ്റും? അവിടെ നിൽക്കുന്നവരോട് പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. അവരുടെ സങ്കടം പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ആ അർത്ഥത്തിലാണ് എടുക്കുന്നത്. അല്ലാതെ അവരെ ശത്രുക്കളായിട്ട് കാണുമല്ല. കുടുംബത്തിൽ ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരും, അമർഷം ഉണ്ടാവും, പ്രതിഷേധം ഉണ്ടാവും. അത് ഭരണകൂടത്തോടാണ്. മുഖ്യമന്ത്രി ഭരണകൂടത്തെ പ്രതിദാനം ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. മുഖ്യമന്ത്രിയല്ലേ വിമർശിക്കേണ്ടത്? ഒരു തെറ്റും ഞാൻ ആ കാര്യത്തിൽ കാണുന്നില്ല. പക്ഷെ അവർ ഓരോ പ്രാവശ്യം വിമർശിക്കുമ്പോഴും അതേ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മളിത് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസം ഞങ്ങൾക്കുണ്ട്. എങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നതാണ്. ഇത് പോരാ, അതാണ് ഇത് പോരാ. ഞങ്ങളെല്ലാം എല്ലാ ദിവസവും 2-3 മണിക്കൂർ ഇടവിട്ട് ഈ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഷിബു ബേബിയോട് ഇക്കാര്യത്തിൽ ആദ്യ അവസാനം വലിയ ഇവിടത്തെ കാര്യം മാത്രമല്ല, ഈ സംസ്ഥാനത്ത് വിഴിഞ്ഞത്തെ കാര്യത്തിലും മുതലപ്പുഴയിലെ കാര്യത്തിലും ഒക്കെ വലിയ താല്പര്യത്തോടുകൂടി ഇടപെടും. ഞങ്ങളിത് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ വരുത്തേണ്ട അടിസ്ഥാനപരമായി നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഇതാണ് മുഖ്യമന്ത്രി. ഇങ്ങനെയാവണം മുഖ്യമന്ത്രി. ചോദ്യങ്ങളോടും വിമർശനങ്ങളോടൊന്നും അയാൾക്ക് യാതൊരു തരത്തിലുള്ള അസഹിഷ്ണുതയുമില്ല. ഓരോന്നും അയാൾ തൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ മികച്ചതാക്കാം, എങ്ങനെ അതിനെ മെച്ചപ്പെടുത്താം എന്നതിനുള്ള ഒരു ചവിട്ടുപടിയാക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം നമുക്കുണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രി എന്തായിരുന്നു അഹങ്കാരം, എന്തായിരുന്നു ധാർഷ്ട്യം. എല്ലാവരോടും മാറി നിൽക്കങ്ങോട്ട്, കടക്കങ്ങോട്ട്, കിടക്കങ്ങോട്ട്. ആരെങ്കിലും വിമർശിച്ചാൽ അവൻ ചെറ്റയാണ്, നികൃഷ്ടജീവിയാണ്, കുലംകുത്തിയാണ്, വർഗവഞ്ചകനാണ്, എന്തൊക്കെയായിരുന്നു. ഇവിടെ വളരെ കൃത്യമായിട്ട് അധികാരത്തിലെത്തി 2 മാസം പിന്നിട്ട് 3-ാം മാസത്തിലേക്ക് കടക്കുന്ന 3 മാസം ആവാറായിട്ടുള്ള 3 മാസം എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ഗവൺമെൻറ് നടത്തേണ്ട എല്ലാ കാര്യങ്ങളും വളരെ സുഗമമായി, വളരെ കൃത്യമായി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറം ഇതിൻ്റെ ഏതൊക്കെ തലങ്ങളുണ്ടോ ആ തലങ്ങളിലേക്കൊക്കെ തങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ എന്നെങ്കിലും കേരളം ഇത്തരത്തിൽ ഒരു സിറ്റുവേഷൻ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു ചിന്തയോടുകൂടി എന്തെങ്കിലും മുൻകരുതലുകൾ നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നില്ല എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട്. ഇനി ഈ പറയുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ, അദ്ദേഹം നൽകുന്ന ആശ്വാസങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ചെറുതല്ല. നമ്മളങ്ങനെ ആ മനുഷ്യനെ വെറുതെ അങ്ങ് വിമർശിക്കാനൊന്നും കഴിയില്ല. കാരണം ആ മനുഷ്യൻ നടത്തുന്ന ഇടപെടലുകൾ അത്രമാത്രമുണ്ട്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ നമ്മളെ മലയാളിയെ നാണിപ്പിക്കും വിധമായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. മലയാളിയെ നാണിപ്പിക്കും വിധം അല്ലേ? ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചതിന് 11 കോടി, ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ 7 കോടി, പാലത്തിനടിയിലെ കല്ല് നിരത്തിയതിന് 1 കോടി, മൃതദേഹം സംസ്കരിക്കാൻ 2,76,00,000, വളണ്ടിയർമാരുടെ ഗതാഗതം 4 കോടി, ഭക്ഷണച്ചെലവ് 10 കോടി, ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ 7 കോടി, ക്യാമ്പിലെ ഭക്ഷണം 8 കോടി, ബേലിപ്പാലം 1 കോടി. ഇങ്ങനെ അത് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾക്ക് കേരളം ഇങ്ങനെ അകമഴിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര തുണിക്കടകളാണെന്ന് കാലിയാക്കിയത് കേരളം, എത്ര വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളാണെന്ന് കാലിയാക്കിയത്. അന്ന് കേരളം നൽകിയ ഭക്ഷണം, കേരളം നൽകിയ വസ്ത്രം, കേരളം നൽകിയ വെള്ളം എല്ലാം കേരളം വെറുതെ നൽകുകയായിരുന്നു. എന്നിട്ട് അതിൻ്റെ പേരിലൊക്കെ പിണറായി വിജയൻ 10 കോടി, 15 കോടി, 20 കോടി, 40 കോടി എന്ന് പറഞ്ഞ് എഴുതി അങ്ങനെ നക്കുകയായിരുന്നു. പിണറായി വിജയൻ ഇത് വന്ന് കേരളത്തിൻ്റെ മുന്നിൽ 10 കോടി, വസ്ത്രം വാങ്ങിയതിന് 25 കോടി, വെള്ളം വാങ്ങിയതിന് 14 കോടി, ഭക്ഷണം വാങ്ങിയതിന് 40 കോടി, വളണ്ടിയർമാരുടെ ഗതാഗതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എത്ര ലാഘവത്തോടു കൂടിയാണ് പിണറായി വിജയൻ കൊള്ള നടത്തിക്കൊണ്ടിരുന്നത്. അവിടെയാണ് ഇന്ന് കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നത്. അയാളെ വിമർശിച്ചാൽ അയാൾക്ക് പ്രശ്നമില്ല, അയാളെ ചോദ്യം ചെയ്താൽ അയാൾക്ക് പ്രശ്നമില്ല, അയാൾ എല്ലാം കേൾക്കുന്നു, അയാൾ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു.
രണ്ട് ആളുകൾ ഒരേ കസേരയിൽ രണ്ടാളുകൾ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെയാണ് നമ്മൾ കാണേണ്ടത്. എത്ര ലാഘവത്തോടു കൂടി പരസ്യമായി കൊള്ളയായിരുന്നില്ലേ? ആരെങ്കിലും ചോദിച്ചോ പിണറായി വിജയനോട്? ഈ ക്യാമ്പിലുള്ളവർക്ക് ഇത് നിങ്ങളൊന്ന് ആലോചിക്കണം. കേരളത്തിൽ ഒന്നടങ്കല്ല, വയനാട്ടിലെ ദുരന്തത്തിലും മാത്രമാണ്. ആ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് വസ്ത്രം വാങ്ങിയതിന് 15 കോടി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എവിടെയാണ് വസ്ത്രം വാങ്ങിയിട്ടുള്ളത്? കേരളത്തിലെ ജനങ്ങൾ നൽകിയ വസ്ത്രമായിരുന്നില്ലേ ക്യാമ്പിലേക്ക്? ജനങ്ങൾ നൽകിയ ഭക്ഷണമായിരുന്നില്ലേ? ജനങ്ങൾ നൽകിയ വെള്ളമായിരുന്നില്ലേ? ബെയിലി പാലം ഉണ്ടാക്കിയതിന് ഏത് സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിന് കോടികൾ എഴുതി പോക്കറ്റിലിട്ട വ്യക്തി. ആലോചിച്ച് നോക്കണം. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്, അല്ലേ? ദുരന്തങ്ങൾ ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞതാ, ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ 2026 കേരളം നേരിട്ട എന്തൊക്കെ പ്രോബ്ലം ഉണ്ടോ എല്ലാത്തിനും കാരണം പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ ചെറ്റത്തരം കാരണമാണ് ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായത്. ഭരണാധികാരി എന്നുള്ളതിൽ പ്രവർത്തിക്കാത്തതിൻ്റെ, പണിയെടുക്കാത്തതിൻ്റെ, ഭൂലോക തോൽവിയായ ഒരു ചങ്ങാതിനെ പിടിച്ച് നമ്മൾ കസേരയിൽ ഇരുത്തിയതിൻ്റെ ഒരു തിക്തഫലം നമ്മൾ അനുഭവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവമെന്ന് പറയുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത്തരം പരസ്യമായ കൊള്ള നടത്തുകയായിരുന്നു പിണറായി വിജയൻ. പരസ്യമായ കൊള്ള കഴിഞ്ഞ 10 വർഷക്കാലം. അവിടെയാണ് ഇന്ന് കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഉള്ളത്. വളരെ കൃത്യമായ ഇടപെടലുകൾ. അഹങ്കാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ ഭാഷയില്ല. എല്ലാവരെയും ചേർത്ത് നിർത്തി, എല്ലാവരോടൊപ്പവും ചേർന്ന് എല്ലാവരുടെ വികാരങ്ങളും മനസ്സിലാക്കി വെറുതെ പറയല്ല. അത് മനസ്സിലാക്കാൻ കഴിവുള്ളത് കൊണ്ട് അയാൾക്കെതിരെ വരുന്ന ഒരു വിമർശനങ്ങളെയോ അയാൾക്കെതിരെ വരുന്ന ഒരു ചോദ്യത്തോടും അയാൾ അസ്വസ്ഥനാകുന്നില്ല. വളരെ കൃത്യമായി ഇതിനെയൊക്കെ മനസ്സോട് ചേർത്ത് സ്വീകരിക്കുകയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത്, അല്ലേ? അപ്പം എത്ര കൃത്യമായ ഇടപെടലുകളാണ്. അപ്പം ഈ പറയുന്ന മുതലപ്പൊഴിയിലെ ഉണ്ടായ അപകടം, കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കം, പിണറായി വിജയൻ പ്രിക്കോഷൻ അല്ലെങ്കിൽ മുൻകരുതൽ 2018 പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാതെ പോയതിൻ്റെ ഒരു വലിയ മഹാദുരന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത്, അല്ലേ? എല്ലായിടത്തും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ഇപ്പം ഈ പറഞ്ഞ 11 കോടി, 15 കോടി, 20 കോടി, 40 കോടി, 60 കോടി എന്ന് പറഞ്ഞ് എഴുതി എടുക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് ഇവരെയൊക്കെ ഇത്ര അസ്വസ്ഥരാക്കുന്നത്. മറ്റേത് സുഗമമായിട്ട് പച്ചക്ക് എഴുതിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കൈപ്പേറിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ജനങ്ങൾ നൽകിയതിന് പണം എഴുതിയെടുത്ത ഭരണാധികാരികൾ ഒന്ന് ആലോചിച്ച് നോക്ക്. വയനാട് ദുരന്തത്തിൽ പെട്ടുപോയവരും അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്നവരും അവരെ വളണ്ടിയർമാരായി എത്തിയവരും ആർക്കെങ്കിലും സർക്കാർ ഒരു രൂപ ചെലവിടേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നില്ല. എല്ലാം ജനങ്ങൾ അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണത്തിന് ഭക്ഷണം, വസ്ത്രത്തിന് വസ്ത്രം, വെള്ളത്തിന് വെള്ളം. എന്നിട്ടും പിണറായി വിജയൻ ആ പേരിലൊക്കെ എഴുതിയെടുത്ത് നക്കിയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ തൊലിക്കട്ടി അതൊരു വല്ലാത്ത തൊലിക്കട്ടിയല്ലേ സഹോദരങ്ങളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ആ പിണറായി വിജയനും സംഘവും ഇന്ന് മാറി നിന്ന് കരയുക. കാരണം എന്താ കാരണം മറ്റൊന്നുമല്ല. കാരണം ഇവറ്റകൾക്ക് ഇന്ന് കൈയിട്ട് വാരാൻ നക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത്രയും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കൈയിട്ട് വാരാൻ നക്കുന്നില്ല. ഫണ്ട്, ഇൻകം, വരുമാനം മുട്ടി. ആ വരുമാനം മുട്ടിയതിൻ്റെ എല്ലാ അസ്വസ്ഥതകളും ഇന്നവർ കാണിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുമാത്രം വൃത്തികെട്ട ഒരു വർഗമാണെന്ന് നോക്കിയ ഇവറ്റകൾ. പരസ്യമായി കൊള്ളയടിച്ചതും പോരാഞ്ഞിട്ട് ഇപ്പം അത് കിട്ടാത്തതിൻ്റെ കരച്ചിൽ ഇവർ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വ്യത്യസ്തനാകുന്നതും അയാൾ ജനങ്ങളെ ചേർത്ത് നിർത്തുന്നവനായി മാറുന്നതും അവിടെയാണ്. എന്നിട്ടും അയാൾക്കെതിരെ ഈ വരുമാനം നിലച്ചതിൻ്റെ പേരിൽ ഒരു ഭാഗത്ത് പിണറായി വിജയൻ, മറ്റൊരു ഭാഗത്ത് പി രാജീവ്, മറ്റൊരു ഭാഗത്ത് എം പി രാജേഷ്, പിന്നെ
തിരുവനന്തപുരത്തെ തെരുവുകുണ്ട ശിവൻകുട്ടി എന്ന് വേണ്ട കൃമികീടങ്ങളുടെ മുന്തിയ ഇനം കൃമികീടങ്ങളും എല്ലാം അണിനിരന്ന് ആ മനുഷ്യനെതിരെ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവരധികാരത്തിലിരുന്നപ്പോഴോ, അധികാരം നഷ്ടപ്പെടുമ്പോൾ ഭ്രാന്താകും എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇന്നത് കണ്ടുകൊണ്ടിരിക്കുക. അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ ഒറ്റ കാരണം, അധികാരം നഷ്ടപ്പെട്ടപ്പോൾ വരുമാന മാർഗം നിലച്ചു എന്നുള്ള ഒരു കാരണം, ആ കാരണം കൊണ്ട് ഇങ്ങനെ കിടന്ന് കുരച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വിഭാഗമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം മാറിയിരിക്കുന്നു. എന്നാൽ സർക്കാരിനെതിരെ പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിക്കാൻ, ഒരു വിഷയം സമൂഹത്തിന് മുന്നിൽ വെക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? അത് സാധിക്കുന്നില്ല താനും. കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന ഒരു സ്വഭാവം. ബൈമിയെ കോഫി എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഒരു പരിപാടിക്ക് സതീശൻ പോയപ്പോഴേക്കും സതീശൻ കാപ്പി കുടിക്കാൻ ഹൈലൈറ്റ് മാളിൽ പോയി എന്നുള്ളതാക്കി. അപ്പം ഇത്തരത്തിൽ എല്ലാം ഒരു ഭൂലോക തോൽവി, പരാജയമായി മാറുന്ന വിജയനും ടീമും. ഭരണത്തിൽ ഇരുന്നപ്പോഴും പരാജയം, ഭരണത്തിൽ നിന്നിറങ്ങിയപ്പോഴും പരാജയം. ഈ പരാജയം എന്ന് പറയുന്നത് ഞാൻ കേരളത്തെ സംബന്ധിച്ചിടത്താണ് കേട്ടോ. വിജയനെ സംബന്ധിച്ചിടത്തോളം വിജയൻ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഭരണത്തിലിരുന്നിട്ട്. പക്ഷേ വിജയൻ ഭരണത്തിലിരുന്നപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കോട്ടങ്ങൾ ഉണ്ടായി. ഒരു വലിയ ദുരന്തങ്ങളുടെ കാലമായിരുന്നു അത് എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ ആ വിജയൻ ഇന്ന് പ്രതിപക്ഷത്തേക്ക് എത്തിയപ്പോൾ അതിനേക്കാൾ വലിയ ദുരന്തം, കൈയിട്ട് വാരാൻ കിട്ടാത്തതിൻ്റെ എല്ലാ അസ്വസ്ഥതകളും പിണറായി വിജയനും കൂട്ടരും ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത്.